കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകല് നമ്മുടെ നടുവിൽ മഹത്വപ്പെടുമാറാകട്ടെ. കൃപയാൽ നമുക്ക് ഇത്രത്തോളം പേർക്ക് ഇന്ന് പകലും ദൈവസന്നിധിയിൽ വരാൻ ദൈവം തന്ന നല്ല സമയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരദേശ പ്രയാണത്തിൽ നമുക്കൊക്കെ വേണ്ടുന്ന വിടുതൽ തന്ന് ഇന്നയോളം ദൈവം നമ്മളെ നടത്തി ഒത്തിരി കഷ്ടതകൾ ഒക്കെയുള്ള ഈ യാത്രയിൽ അനുദിനം വേണ്ടുന്ന ബലമൊക്കെ തന്ന് കൃപയാൽ തകർന്നു പോകാതെ ഈ മൺപാത്രങ്ങളെയൊക്കെ ദൈവം ഇന്ന് പകലും കൂട്ടി വരുത്തിയല്ല അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മളെല്ലാം ഓരോ കഷ്ടതയും വരുമ്പോൾ അധികം എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മൾ നിലവിളിച്ചടുക്കണം. അപ്പോഴേ സഭയ്ക്ക് അതിൻ്റെ ജയങ്ങൾ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിന്റെ കൃപയില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനിയുള്ള കാലങ്ങൾ ഞാൻ പലപ്പോഴും ഓർപ്പിക്കപ്പെട്ടതുപോലെ ഇനിയുള്ള കാലങ്ങൾ എന്ന് പറയുന്ന അത്ര ശുഭകരമായ ഒരു കാര്യമായിരിക്കില്ല. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ കാലങ്ങളാണ്. ഈ കൃപയിൽ നിൽക്കുന്നവര് തന്നെ നാളെ ഉണ്ടാകുമോ എന്നറിയാതെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന ഒരു പ്രത്യേക അനുഭവങ്ങളാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ജാഗ്രതയുള്ളവരാകണം. ഈ വിശ്വാസം ഒന്ന് കാത്ത് നമ്മുടെ മരണം വരെ ഒന്ന് ജയത്തോടെ ജീവിക്കാൻ അതിന് നമ്മൾ വളരെ പ്രാർത്ഥനയോടെയാകണം. സ്തോത്രം. ഞാൻ വീണ്ടും ആ വാക്ക് തന്നെ വീണ്ടും പറയുന്നു. നമ്മൾ ഈ ഉദാസീനതയോടെ യാത്ര ചെയ്താൽ നമ്മൾ അക്കരെ എത്തില്ല. കാരണം ഒത്തിരി ശക്തരെ തന്നെ തകർത്തത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറെ കൂടെ ഉണർന്ന് നമുക്കൊരു പെന്തിക്കോസുകാരൻ എന്നുള്ള നിലയിൽ ജീവിച്ച് മരിക്കാനാണെങ്കിൽ ഇത് മതി, കുഴപ്പമില്ല. മിക്കവാറും നല്ലൊരു അടക്കം കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോ കല്യാണം ഇവിടെ വെച്ചൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, പുറത്ത് നടന്നില്ലെങ്കിൽ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാധ്യത നമുക്ക് ഇങ്ങനെയുള്ള ഈ കൂട്ടത്തിൽ നടക്കാൻ സാധ്യത പെന്തിക്കോസുകാർക്ക്. പക്ഷെ നമ്മുടെ ആ ലക്ഷ്യം അതല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം അതിന് ഇച്ചിരൂടെ അപ്പുറത്തേക്ക് വിടണം. നമ്മുടെ നോട്ടം ഇച്ചിരൂടെ അപ്പുറത്തേക്ക് പോകും. അവിടെ എത്താനുള്ള ഒരു ലക്ഷ്യബോധത്തോടെ നമ്മൾ യാത്ര ചെയ്യും. ആ ലക്ഷ്യം മറന്നിട്ട് നമ്മൾ ഇവിടെ ആരും ആകരുത്. ചിലപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇവിടെ ഓർപ്പിക്കപ്പെട്ടു എന്ന് എൻ്റെ ഒരു ഓർമ്മ. കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്ക, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അത് നമ്മുടെ ഉള്ളിൽ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി കളയുക. അപ്പൊ നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ അതെന്താകുന്നു? കുരുടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ചിലപ്പോ ചില രോഗികള്, എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് നേരത്തെ പറഞ്ഞു കേട്ട്, വാൽവ് ചുരുങ്ങുന്നു, പമ്പിങ് നടക്കുന്നില്ല. നേരത്തെ കുഴപ്പമില്ല, നേരത്തെ ഓടിച്ചാടി നടന്ന് വലിയ കുഴപ്പമില്ലാതെ പോയതാ. പക്ഷെ എവിടെയോ അകത്ത് ഒരു ചുരുക്കം വന്നപ്പോ ശ്വാസോച്ഛ്വാസത്തിന് പ്രയാസം വന്നു, നടപ്പിന്റെ വേഗത കുറഞ്ഞു, പല കാര്യങ്ങൾ ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റാത്ത പോലെയായി. അകത്ത് ചുരുങ്ങിയപ്പോൾ മൊത്തത്തിൽ ഒരു ബലഹീനത വന്നു. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതം തുടക്കം നമ്മളെല്ലാം ഭയങ്കര സ്പീഡിലായി. നമുക്ക് അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അന്ന് ഭൂമിയിലുള്ളത് നോക്കി ആരും വന്നില്ല. യഥാർത്ഥ രക്ഷ പ്രാപിച്ചവരൊന്നും ഇവിടുത്തെ നോക്കി ആരും ഇറങ്ങിയില്ല. അവരൊക്കെ അക്കരെ നാടിനെ കേട്ട് ആ നാട്ടിലേക്ക് പോകാൻ സകലതും വിട്ടവരിറങ്ങിയത്. അതിനെന്തും ത്യജിക്കാൻ അന്ന് എല്ലാവരും തയ്യാറായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പാടിയെന്ന് എൻ്റെ ഓർമ്മ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ഭക്തന്മാർ ഇറങ്ങിത്തിരിക്കാനിടയായി.
ആമേൻ. ഇവിടുത്തെ ലോക സ്നേഹം മുഴുവൻ എന്നെ മാടി വിളിച്ചാലും ഞാൻ അതിന്റെ പിന്നാലെ പോകില്ലെന്ന് പറഞ്ഞ് യേശുവിനെ മാത്രം നോക്കി ഓടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തലമുറ അവൻ ഇറങ്ങി. അവരെ കണ്ടൊക്കെയാണ് കുറെ പേർ മുന്നോട്ട് വന്നത്. പക്ഷെ ഇന്ന് ആ ലക്ഷ്യം എല്ലാവരിൽ നിന്ന് പോയി. എവിടെ നിന്നോ ശത്രുവിന്റെ ഒരു തന്ത്രം സഭയ്ക്കകത്തേക്ക് പയ്യെ കയറ്റി വിട്ടിട്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 90% ലക്ഷ്യങ്ങൾ മാറ്റി. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലുമൊക്കെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കാൻ, അതാണ് എന്തോ അനുഗ്രഹം എന്ന് വെച്ചിട്ട് അതിനു വേണ്ടി വല്ലാതെ ബന്ധപ്പെടാനും മനുഷ്യരെ പിശാച് വലച്ചു കളഞ്ഞു, കണ്ണുകുരുടാക്കി കളഞ്ഞു. ഇന്ന് പകൽ നമുക്കൊന്നും കൂടെ ഉണരാം, അല്ലെങ്കിൽ ദൈവത്തോടൊന്ന് ഉണർത്താം, പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, ലക്ഷ്യം എന്നിൽ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, അധികം നല്ലതിനെ കാംക്ഷിച്ച് യാത്ര ചെയ്യാൻ, മുന്നോട്ടോടാൻ ഒരു ബലം ദൈവം തരേണ്ടതിന് കർത്താവെ ഒന്ന് കടാക്ഷിക്കണമേ എന്ന് എല്ലാവരും ഒന്ന് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തോടു കൂടെ നടന്നുവെന്നൊക്കെ ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ ഹാനോക്കെന്ന ദൈവഭക്തനൊക്കെ അന്നത്തെ ഏതെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ല ദൈവത്തോടു കൂടെ നടന്നത് എന്ന് യൂദാ ലേഖനം എഴുതുമ്പോൾ ഹാനോക്ക് പറഞ്ഞ പ്രവചനത്തെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ അന്നത്തെ കാലഘട്ടത്തിന്റെ നന്മയ്ക്ക് കാത്തിരുന്നവനല്ല. കർത്താവ് കോടി കോടി വിശുദ്ധന്മാരോടുകൂടെ മടങ്ങി വന്ന് ന്യായാധിപനായി വരുന്ന ആ നല്ല നാള് കണ്ടുകൊണ്ട് ആ വിശുദ്ധ രാജ്യത്തിൽ പാർക്കാനാണ് അവനും കൊതിയോടെ കാത്തിരുന്നത്. അതായിരുന്നു അവന്റെ ലക്ഷ്യം. ദൈവത്തോട് കൂടെ നടന്നതിന്റെ താല്പര്യം ആ മഹത്വമുള്ള നാട്ടിൽ ചേരാൻ വേണ്ടിയാണ്. ആ നല്ല നാളിനെ കുറിച്ച് എത്ര പേരുടെ ഉള്ളിൽ ഒരു കൊതി വരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്, കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊക്കെ പറയുന്ന പ്രാർത്ഥന പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് എങ്ങനെയോ മാറിപ്പോയിട്ടുണ്ട്. അതൊന്നും ഒരാചാരം പോലെ നടത്തണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അതിലെ ആശയം മറന്നിട്ട് പെന്തക്കോസ്തുകാരായി പോയി. അല്ലെങ്കിൽ സമുദായത്തിലൊക്കെ ആണെങ്കിൽ എന്നും കുർബാനയും എന്നും പ്രാർത്ഥനയും നടക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് അവർ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ആ പ്രാർത്ഥന ചൊല്ലാതിൽ ഇരിക്കില്ല. വിശ്വസിച്ചോ വിശ്വസിക്കാതെയോ അവരത് എന്നും പറയുകയാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മൗക്തീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാകണമേ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, അവൻ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതെന്ന് അവർ അനുദിനം ഏറ്റു പറയുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രത്യാശ പറയുന്നുണ്ട്, നിന്റെ രാജ്യം വരണമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ചിലപ്പോ ഈ നമ്മളെ പോലെ ഈ എന്തുവാ ഗ്രൂപ്പിനെ വെച്ചൊന്നും ദൈവം നോക്കാറില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. അവരവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ബോധിച്ചത് ചെയ്യാൻ ദൈവത്തിന് അധികാരമുണ്ട്. അവൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവത്തിന് അധികാരമുണ്ട്. ചിലരെ കൈക്കൊണ്ടാൽ നമുക്കതിനെ വെട്ടിത്തിരുത്താനൊന്നും പറ്റില്ല. അവരെന്നും കരയുകയോ. പെന്തക്കോസ്തുകാരൻ ആയുസ്സിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ നിന്റെ രാജ്യം വരണമെന്ന് നാവ് കൊണ്ട് ഏറ്റു പറയാതിരിക്കുമ്പോൾ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ ജീവിച്ച് കള്ളവും കളവുമില്ലാതെ ദ്വന്ദ്വപക്ഷമില്ലാതെ മുറുമുറുപ്പും പിറുവിറുപ്പുമില്ലാതെ ആ രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ജനം പുറത്ത് കാണും. അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കാൻ മേലെന്നൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. അവന്റെ രാജ്യത്തിന് വേണ്ടി ബന്ധപ്പെടണം. കർത്താവ് പറഞ്ഞു തുടങ്ങിയ സുവിശേഷത്തിന്റെ 1-ാം ഭാഗം എന്നാ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ കർത്താവ് അവിടെയും ചൂണ്ടിക്കാണിച്ച ദൈവരാജ്യമാണ്. ആ രാജ്യത്തിന് വേണ്ടി നീ ഒരുങ്ങണം. പ്രാർത്ഥനയോടെ നിങ്ങൾ നിൽക്കുക. ആ വാക്കൊക്കെ അങ്ങനെ വന്നുകൊണ്ട് അല്പസമയം അതിൽ നിന്നിട്ട് നമുക്ക് ഇന്നത്തെ ദൂത് അങ്ങനെ കൊണ്ടുപോകാം. പരിശുദ്ധാത്മ തരുന്ന നിയോഗത്തിൽ സ്തോത്ര. ദൈവത്തിന്റെ ഒരു വലിയ പ്രൊജക്റ്റ് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് വന്നതാണ് ഏദനിലൊക്കെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന്റെ പല പ്ലാനുകളും
എവിടെയൊക്കെയോ തകർന്നു പോയിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്, ബൈബിൾ അങ്ങനെയൊക്കെയാ പറയുന്നത്. ദൈവത്തിന്റെ പല പ്രൊജക്റ്റുകളും ഇടയ്ക്കൊക്കെ മുടങ്ങാനിടയായി, അല്ല തകരാനിടയായി. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ദൈവം താടിക്ക് കൈയും വെച്ച് ആകുലപ്പെട്ടിരുന്നില്ല. അവൻ അതിനെ പുനരുദ്ധരിക്കാൻ അടുത്ത പദ്ധതികൾ അവൻ ആവിഷ്കരിക്കുകയാണ്. ഇന്ന് പകൽ അതിന്റെ നടുവിൽ നിന്ന് കടന്നു വന്നവരോട് ഒരു ദൂത് പറയാ: നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകാതെ, നിന്റെ പ്രാർത്ഥനകൾ സഫലമാകാതെ, നിന്റെ ദർശനം സഫലമാകാതെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് നിരാശയിലേക്ക് പോകല്ല. നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുക. സകലത്തെ യഥാസ്ഥാനത്താക്കാൻ, സകലത്തെ പുതുതാക്കാൻ കഴിയുന്നൊരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. ഒന്നാത്മാവിൽ ബലപ്പെട്ട് ഇന്ന് പകൽ എന്തോ പുനരുദ്ധരിക്കുന്ന വ്യാപാരം, ചിലവരെ പുനരുദ്ധരിക്കുന്ന വ്യാപാരം, തകർന്നു പോയ ചിലവരെ പണിതെടുക്കുന്ന വ്യാപാരം, വീണുപോയ ചിലവരെ നിവർത്തുന്ന ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ ഈ സഭായോഗം ഒരു ഉദ്ധാരണത്തിന്റെ പകലാകട്ടെ. ഈ സഭായോഗം ഒരു പുനർജീവനത്തിന്റെ പകലാകട്ടെ. ഞങ്ങളിലൊക്കെ ഒരു പുതുക്കം വരുന്ന പകലാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ വിശ്വസിച്ചു വരുന്ന ബൈബിളിനകത്തെ ആരംഭ ഭാഗങ്ങൾ ഇത് ദൂതന്മാർക്ക് വേണ്ടി കൊടുത്തിരുന്ന ഒരു ഭൂമി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അതും ദൈവത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ ആ സ്വപ്നത്തെയും എവിടെയോ ആ ഇരുട്ടിന്റെ സ്വാധീനം അവൻ തന്നെ തകർത്തു. ദൂതന്മാരെല്ലാം ദൈവത്തെ ആരാധിച്ച് നിർമ്മലതയോടെ നിൽക്കുക എന്നുള്ള ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുക, ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ഒരുത്തൻ ആ ദൈവീക സ്വപ്നത്തെ ഉടയ്ക്കുമാറ് അവന്റെ ഉള്ളിൽ വേണ്ടാത്ത ഒരു ചിന്ത കയറി വരിക. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരു വാക്യം ഇവിടെ പറഞ്ഞു, വന്നവർ കേട്ട് കാണും. ആ വാക്യം ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നു: നിന്റെ സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. സ്തോത്ര. ദൂതന് ഹൃദയം ഉണ്ടോ എന്ന് ഇപ്പൊ എന്നോട് ചോദിക്കാൻ വരരുത്. അവന്റെ ഉള്ളിലും ദൈവം വെച്ച ഒരു പരമാർത്ഥത ഉണ്ടായിരുന്നു, ഒരു വെളിച്ചമുണ്ടായിരുന്നു, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ ദൈവീക സ്വസ്ഥതയിൽ പോകാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ അവനിലും തൃപ്തി വരാത്ത ഒരു മനസ്സ് വന്നിട്ട് ദൈവ സിംഹാസനത്തിന് മീതെ കയറണമെന്ന് അവൻ ചിന്തിച്ച മാത്രമേ എന്റെ ദൈവത്തിന്റെ നീതി അവനെ വെട്ടി അതോടുകൂടെ ഈ ലോകം തന്നെ ഇരുളിലേക്ക് പോകാനിടയായി. ദൂതെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. സ്വത്ര. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വപ്നത്തെ വേണ്ടാത്ത ഒരു ചിന്ത കൊണ്ട് അവൻ തകർത്ത് കളയാൻ ഇടയായി തീരുകയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് പ്രബോധനം ഉണ്ടെങ്കിൽ അവരവർ ഏറ്റെടുത്തോണം. ചില ദൈവഗീതത്തെ നമ്മുടെ ഉള്ളിൽ കയറുന്ന ചില വേണ്ടാത്ത ചിന്തകൾ, നമ്മുടെ ഉള്ളിൽ കയറുന്ന ചില വേണ്ടാത്ത ആലോചനകൾ, ആ ദൈവഗീതത്തെ തടക്കാൻ, തകർക്കാൻ നാം വിട്ടുകൊടുക്കരുത്. നമ്മുടെ ഹൃദയം നേരുള്ളതാകട്ടെ, ദൈവാത്മാവിന്റെ ഹിതത്തിലാകട്ടെ, പരിശുദ്ധാത്മാവിനോട് ചേർന്നാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവ സ്വപ്നം കണ്ട ആ ലോകം തകർന്നു വീഴാനിടയായി. ദൈവം അതിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ദൂതന്റെ ഗണമല്ല, ഒരു തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവൻ മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അടുത്തൊരു പ്രൊജക്റ്റ് ആരംഭിക്കുക ദൈവം. എന്റെ ദൈവം അടങ്ങിയിരിക്കുന്നില്ലെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ദൂത് പറയും. വചനത്തിൽ ഒരു വാക്ക് അവൻ ഇപ്പോഴും, യേശു പറഞ്ഞ വാക്ക്, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ആ വാക്കൊരു പൊതുവായ വാക്ക്. പക്ഷെ ഈ 11 മണി കഴിഞ്ഞ സമയം നോക്കി ഞാൻ ആ ദൂതനെ ഡിക്ലെയർ ചെയ്യുകയാ. ഈ സമയവും ദൈവം പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കാത്തിരിക്കുന്നവന് വേണ്ടി, നിലവിളിക്കുന്നവന് വേണ്ടി എന്റെ ദൈവം ഈ സമയവും പ്രവർത്തിക്കുന്നു. അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല, അവൻ നിന്റെ പരിപാലകൻ. ഹല്ലേലൂയ.
നിന്റെ പരിപാലകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ചിത്രീകരിക്കുന്ന, തകർന്നവനെ പണിയുന്നവനെ ചിത്രീകരിക്കുന്ന ഒരു ദൂത് യിരെമ്യാവിൽ കിടപ്പുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കാറുള്ളത് 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് വിടുന്ന കാര്യം. അതിനകത്ത് ആ യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോ, സ്വത്ര നമ്മളൊക്കെ ചില വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ പിള്ളേര് കിടന്നുറങ്ങുന്ന പോലെ കുശവൻ കിടന്നുറങ്ങുന്ന കണ്ടെന്നല്ല. ആരുടെയും ബൈബിൾ അങ്ങനെ കണ്ടോ? അവൻ ചെന്നപ്പോ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നു. ആ കുശവൻ ആരാന്ന ബൈബിള് പറയുന്നത്? അത് യഹോവയാം ദൈവമെന്ന് ബൈബിള് പറയുന്നെങ്കിൽ നീ ആ വെളിപ്പാടിൽ ഇന്ന് പകൽ നോക്ക്. ഏതോ കുഴഞ്ഞതിന് അവന്റെ കരം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികാരത്തോടെ ആ വാക്കി സഭയോട് പറയുന്നു, ഏതോ കുഴഞ്ഞതിന് എന്റെ ദൈവ ശക്തിയോടെ മെനയുന്നു. അവന്റെ കരത്താൽ രൂപപ്പെടാത്തതൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ദൂതിന്റെ ഒക്കെ മറവിൽ നിന്ന് മക്ക കള്ളപ്പിശാചിനോടൊക്കെ വേണമെങ്കിൽ ഒന്ന് എതിർത്ത് നിന്നിട്ട് പറയാ, നീ എത്ര കുഴച്ചു കളഞ്ഞാലും എത്ര ഉടച്ചു കളഞ്ഞാലും എന്റെ ദൈവം പണിതെടുക്കും. എന്റെ ദൈവം രൂപഭംഗി വരുത്തും. എന്റെ ദൈവം യഥാസ്ഥാനത്താക്കും. എന്റെ ദൈവം അവന്റെ മഹത്വത്തിനൊത്ത് അവൻ ചെലവ് പണിയും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരോടും ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു. നിനക്ക് വേണ്ടി നിന്റെ യജമാനൻ പണിയും നിന്നു പകൽ. അവന്റെ കൈ ചലിക്കുന്നത് നീ അറിയണം. നീ ആത്മാവിൽ ദർശിച്ചിട്ടേ പോകാവൂ. അവൻ വെറുതെ പണിയല്ല. ഒരു രൂപവും ഇല്ലാത്തതിന് രൂപമാക്കാൻ അവന്റെ കൈ മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. ധൈര്യത്തോടെ വിശ്വാസം ഏറ്റുപറഞ്ഞ്, നീ തകർച്ച കാണാൻ വിളിക്കപ്പെട്ടവനല്ല, ചില പണി കാണാൻ വിളിക്കപ്പെട്ടവനാണ്. നീ ശൂന്യത കാണാൻ വിളിക്കപ്പെട്ടവനല്ല, ചില നിറവ് കാണാൻ വിളിക്കപ്പെട്ടവനാണ്. നീ ചില തേജസ് കാണാൻ വിളിക്കപ്പെട്ടവനാണ്. യജമാനൻ നിനക്ക് വേണ്ടി അത് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ദൈവം അടുത്ത പ്രൊജക്റ്റ് ചെയ്യുക. ഒന്ന് തകർന്നാൽ അവൻ ഉടനെ പണി മടക്കി കെട്ടിയിട്ട് പോകുന്നയാളല്ല. അവൻ അടുത്തത് ആരംഭിച്ചിരിക്കും. അവൻ അടുത്തത് ആരംഭിച്ചിരിക്കും. ഈ വചനത്തെ വിടല്ലേ. പുതിയ നിയമത്തിൽ ഒരു വാക്ക് ഓർമ്മയിലേക്ക് വരിക. വായിക്കണമെന്നല്ല, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഗൗതു മനസ്സിലാകും. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഒന്നാമത് ചിലത് വഴിയരികെ വീണു. അവിടെ തന്നെ റിസൾട്ട് എഴുതിയിരിക്കുക, പറവകൾ അത് കൊത്തിക്കൊണ്ടുപോയി. വിതക്കാരൻ വിത നിർത്തിയെന്നല്ല പറയുന്നത്, അവൻ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അവൻ അവിടെയും ചില പ്രതിസന്ധി ഉണ്ട്. അവൻ അവിടെയും വിത നിർത്തിയില്ല. അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകുക. അവിടെയും പ്രതിസന്ധികളുണ്ട്. എന്നാൽ വിതകാരൻ വീണ്ടും വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടെ ഒരു നല്ല നിലം വെളിപ്പെട്ട് വരിക. നല്ലത് വെളിപ്പെടുന്നത് വരെ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. അറിയുന്നവരെ ഹോമയെ ആരാധിച്ചോ. ചില പാറകളോ ചില പണക്കാരുകളോ ചില പറവകളോ ഈ ആരാധനയിൽ സാക്ഷിക്കപ്പെടട്ടെ. ചില നല്ലത് വെളിപ്പെടട്ടെ. യജമാനന് പ്രസാദമുള്ള ചിലവ് ഈ പകൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്റെ ദൈവം, അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ശത്രു അവനെ തോൽപ്പിക്കയില്ല. അതൊരു വാഗ്ദത്ത വചന. ഇവിടെ സഭ ആത്മാവിനോട് ചേർന്ന ഇരിക്കുന്നതെങ്കിൽ, ചുമ്മാ ജഡത്തിലല്ല നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ദൈവാത്മാവിനോട് ചേർന്ന് നിന്നിട്ട് പറ, കള്ളപ്പിശാച് നീ എന്തെല്ലാം കൊളി ഒപ്പിച്ചാലും എന്റെ ദൈവം വീണ്ടും പണിത് കൊണ്ടുവരും. എന്റെ ദൈവം വീണ്ടും യഥാസ്ഥാനത്താക്കും. എന്റെ ദൈവം വീണ്ടും നന്മ കൊണ്ടുവരും. എന്റെ ദൈവം വീണ്ടും ചൈതന്യം കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹറബറ ഹശൽഗരാദി. ഹല്ലേലൂയ. യോവേലിൽ ഒരു വാക്കുണ്ട്, വെട്ടുക്കിളി തിന്നു, പച്ചപ്പുഴു തിന്നു, വിട്ടിലും അവൻ തുള്ളലും തിന്നു. അതെല്ലാം തിന്നു കളഞ്ഞൊരു കാലമുണ്ട്.
സ്വത്ര വെട്ടുക്കൾ തിന്നപ്പോ അതോർത്ത് ഇനി ഇവിടെ ഒന്നും പച്ച പിടിക്കില്ല. ആമൻ പച്ചപ്പുഴു വന്ന് തണ്ടു തുരന്നപ്പോൾ അതോർത്തു ഇനി ഇവിടെ ഒന്നും നടക്കില്ല. അതുപോലെ വെട്ടിലും തുള്ളനും ഒക്കെ ചിന്തിച്ചു ഇനിയൊന്നും നടക്കില്ല. അവരെല്ലാം തിന്ന് ശേഷിപ്പിച്ചപ്പോൾ, അവരെല്ലാം തിന്ന് തകർത്തപ്പോൾ യഹോവ അവിടേക്ക് വന്നിട്ട് പറയുക, ഞാൻ ഇതിന് പകരം തരാൻ പോകുകയാണ്, ഞാൻ ഇതിന് പകരം തരാൻ പോകുകയാണ്. ഓരോ കുടുംബവും ദൂതേറ്റെടുത്തു, ഓരോ വിശ്വാസിയും ദൂതേറ്റെടുത്തു. നീ സേവിക്കുന്ന ദൈവം നിന്നെ മറന്നു കളയുന്നവനല്ല, നിന്നെ ഉപേക്ഷിച്ചു കളയുന്നവനല്ല. അവൻ നിനക്ക് വേണ്ടി വേണ്ടം പ്രവർത്തിക്കുന്നവൻ, അവൻ നിനക്ക് വേണ്ട ഇടപെടുന്നവൻ. ഹല്ലേലൂയ. അപ്പോ ആദ്യ ലോകത്തെ ഒരു വേണ്ടാത്ത ചിന്ത കൊണ്ട് ആ ദൈവത്തിന്റെ സ്വപ്നത്തെ തകർത്തു കളഞ്ഞു. ദൈവം നിരാശപ്പെട്ടില്ല. അതേ ആത്മാവുള്ള ദൈവമക്കളും എന്തെങ്കിലുമൊക്കെ നഷ്ടമോ ക്ഷതമോ ഒക്കെ വരുമ്പോൾ ഉടനെ നിരാശപ്പെടരുത്. നീ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചങ്ങിരുന്നോളും. യഹോവ നിത്യ ദൈവമായതുകൊണ്ട്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട്, അവന്റെ കൈ കുറുകി പോകാത്തത് കൊണ്ട് നമുക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. അവിടെ ദൈവം ഇതാ അടുത്ത് പൊടിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ദൈവത്തിന് പല സ്വപ്നങ്ങളുണ്ട് കേട്ടോ. ഇനി അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്നവൻ. അപ്പൊ ഈ പൊടിയിൽ നിന്ന് അവൻ ചിലത് എടുക്കുമെന്നൊന്ന് വിശ്വസിക്കാവോ? ഇന്ന് പൊടിയാ, ചിലത് പൊടിയായി തന്നെ കിടക്കും. പക്ഷെ പൊടിയിൽ നിന്ന് അവന്റെ കൈ ചിലത് എടുത്തോണ്ട് വരും. അവന്റെ കൈ എടുത്താൽ അതൊരു മനുഷ്യരൂപമാകാനിടയാകും, അതൊരു അത്ഭുതമായി മാറാനിടയാകും. അവൻ അതിലേക്ക് ജീവശ്വാസം ഊതി അവനെ മെനഞ്ഞെടുത്ത് അവനെ ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി ആക്കുക. എന്റെ ദൈവം ഒരു കാര്യം ആരംഭിച്ചാൽ അതിന് വേണ്ടതെല്ലാം ഒരുക്കി കൊണ്ടുവരുന്നവനാണ്. ആ കരുതുന്ന ദൈവത്തിന് സഭ ഒന്നിച്ചൊന്ന് ആരാധന കൊടുത്ത്, നിന്നെ വിളിച്ച ദൈവം വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ വേണ്ടതെല്ലാം കരുതുന്നവൻ, അവൻ വേണ്ടതെല്ലാം കരുതുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോ ദൈവം അതിനെ മെനഞ്ഞിട്ട് അവനെ തോട്ടത്തിലാക്കി. ദൂതിനോടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം, അവനിലും കുറവുണ്ടായിരുന്നതിന് ദൈവം അവിടെ പരിഹരിച്ചു കൊടുത്ത് ആ തോട്ടത്തിൽ അവരെ സന്തോഷമാക്കിക്കൊണ്ട് വിടുക. ദൈവത്തിന്റെ സ്വപ്നം അങ്ങനെ ഏതെനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എത്ര കാലം പോയെന്നൊന്നും നമുക്കറിയില്ല, അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ അത് പണ്ടത്തെ ലോകത്തെ തകർത്തതുപോലെ അവൻ ഈ സ്വപ്നത്തെ തകർക്കാൻ വേണ്ടാത്ത ഒരു ചിന്തയുമായി കയറി വരികയാ. എല്ലാവരും ശ്രദ്ധിക്കണം. അവൻ വാലും കൊമ്പും വെച്ച് അവൻ പല്ലിടിച്ചു വരുന്ന ഒരു പിശാചായിട്ടല്ല അവൻ ഇന്നും അന്നും ഒരിടത്തും വരുന്നത്. അവൻ ചിന്തകളിലൂടെ കയറി വരികയാണ്. അതുകൊണ്ട് സകല ജാഗ്രതയോടും നിന്റെ മനസ്സിനെ നീ വിളിക്കപ്പെട്ട ദൈവമക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ, ഹൃദയത്തെ ഏകാഗ്രതയിൽ കാക്കണ. നീ വചനം കൊണ്ട് മറഞ്ഞിരിക്കണ, നീ വചനം കൊണ്ട് നിറഞ്ഞിരിക്കണ. ദൈവം തരാത്തതൊന്നും നീ ആഗ്രഹിക്കണ്ട, ദൈവം ഒരുക്കാത്തതൊന്നും നീ കൊതിക്കണ്ട. വേണ്ടതെല്ലാം തരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടതെല്ലാം കരുതും ദൈവം. നമ്മുടെ ദൈവം യഹോവയെ സേവിക്കുന്നവർക്ക് ഒരു നന്മയും അവൻ എന്ത് ചെയ്യില്ല, മുടക്കുകയില്ല. യഹോവയെ സേവിക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കുകയില്ല. ദൈവത്തെ നീ സേവിച്ചു നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം കരുതി പുലർത്താൻ. ഇത് 2026 7 മാസത്തിന്റെ 2ാം ഞായറാഴ്ചയല്ലേ? ഈ ഒരു വർഷത്തിന്റെ ഈ 6 മാസങ്ങൾ മിച്ചം എത്ര അത്ഭുതമായ ദൈവം നടത്തിയ അല്ലേ? കുറവില്ലാതെ ദൈവം നടത്തിയില്ലേ? വിഷയങ്ങൾ, ഭാരങ്ങളുടെ നടുവിൽ അത്ഭുത വഴികൾ അവൻ തുറന്നില്ലേ? നമ്മൾ വിചാരിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്തില്ലേ? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മളെ ജീവപര്യന്തം നടത്താൻ അവൻ ശക്തൻ. അവന്റെ കരുതലിൽ നീ തൃപ്തിയോടെ ഇരിക്കുക. മേലാലും ചെയ്യാൻ അവൻ ശക്തൻ.
ഹല്ലേലൂയ. ദൈവമക്കൾ ആകുലപ്പെടരുത്. ആകുലപ്പെട്ട് ജീവിക്കും. ദൈവം നിന്നെ വലങ്കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഓർത്ത് നീ ആകുലപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എല്ലാവർക്കും വേണ്ടി ഇടപെടുന്ന ദൈവം. നമ്മൾ നോക്കുമ്പോഴായി വലിപ്പച്ചെറുപ്പൊക്കെ. നമ്മുടെ ദൈവത്തിന് കുഞ്ഞുങ്ങളെ ആവശ്യം അല്ലേ? അതിന്റെ ഒരു തെളിവ് പോലെ എനിക്കിപ്പോ പറയുമ്പോൾ കിട്ടുന്ന വാക്കാ ഗർഭത്തിൽ കിടന്ന യോഹന്നാൻ. സ്തോത്രം. അവന് വേണ്ടി ആർക്ക് കരുതലുണ്ട്? അവൻ നാളെ എന്താകണമെന്ന് എന്റെ ദൈവത്തിന് നിർണയം ഉള്ളത് കൊണ്ട് കൃപ ലഭിച്ചവളെ അടുക്കൽ അയച്ചിട്ട് അവിടെ ഒരു ചലനമുണ്ടാക്കാൻ ദൈവം ഇടപെട്ടെങ്കിൽ, നിങ്ങളൊന്നും വെറുതെ ഇവിടെ കുത്തിയിരിക്കാൻ വന്ന പിള്ളേരല്ലെന്നറിയ. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വലിയ കരുതലുണ്ട്. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചില വിചാരമുണ്ട്. നിങ്ങൾ എങ്ങനെയാ വന്നിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ട്. നിങ്ങളിലൊക്കെ നിറവ് കിട്ടാൻ. എപ്പോഴാ നിങ്ങളിലേക്ക് ഒരു നിറവ് വരുന്ന ആർക്കാ അറിയാവുന്നത്? നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നാൽ, ഈ വലിയവർ പ്രാർത്ഥിക്കുന്നതിന് വേഗത്തിൽ നിങ്ങൾക്കൊക്കെ നിറവ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാഴാക്കി കളയരുത് സമയം. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന് നീ കൊതിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം, അറിയാവുന്ന ഒരു വാക്കൊക്കെയാ, ശൗമേൽ എത്ര ചെറുപ്രായത്തിലിരിക്കുമ്പോൾ ദൈവം അവന്റെ അടുക്ക ചെന്നല്ലേ, മഹാദൈവം ചെന്ന് ആ കൊച്ചിന്റെ അടുക്ക ചെന്ന് ശാന്തമായി ഇടപെടുക. അപ്പൊ ആ കൊച്ചു ചെറുക്കനോട് ഇടപെടാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന്. അപ്പൊ പ്രായമുള്ളവരെ മാത്രമല്ല ദൈവം നോക്കുന്നത്, ഒറ്റയ്ക്ക് കിട്ടുന്ന എപ്പോഴൊക്കെ സംസാരിക്കാൻ പറ്റുമോ അത്. ഓ മൈ ലോർഡ്, ഞാൻ പൊതുവായി ആ ദൂത് തിരിച്ചു പറയാൻ ദൈവാത്മാനോട് പറയുക. ആരും ഇടപെടാത്ത ചില രാത്രിയില്ലേ, ആരും അടുക്ക വരാത്ത ചില രാത്രിയില്ലേ, ആരും നിന്നെ ഓർക്കാത്ത ചില രാത്രിയില്ലേ, അപ്പോൾ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ടെന്ന്, അപ്പോൾ നിന്നെ ഓർക്കുന്നൊരു പിതാവുണ്ടെന്ന് തെളിയിക്കാനോ അവനരികിൽ വന്നതാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലും വിശ്വസിക്കുന്നവർ ആ ദൂത് ഗ്രഹിച്ച് ദൈവത്തെ ആരാധിച്ചോ. അവന്റെ വാത്സല്യം, അവന്റെ കരുണ ആരുടെ മേലൊക്കെയോ വെളിപ്പെട്ടു വരുന്നുണ്ട്. അപ്പോ എന്റെ ദൈവം ചിലത് ഉളവാക്കിയെടുക്കുക. പൊടിയിൽ നിന്ന് അവന്റെ കൈ നീട്ടിയപ്പോൾ ഒരു മഹത്വമുള്ള രൂപം പുറത്തു വന്നു. ഓരോരുത്തരും ഇന്ന് പകൽ വിശ്വസിക്കുക, നീ വെറും പൊടിയാട്ട് അസ്തമിക്കില്ല. അവന്റെ കൈ നിന്നിൽ വെളിപ്പെട്ടാൽ, അവന്റെ കൈ നിന്നിൽ വ്യാപരിച്ചാൽ മഹത്വമുള്ള ചിലത് നിന്നിൽ നിന്ന് പുറത്തു വരും. മഹത്വമുള്ള ചിലത് നിന്നിൽ നിന്ന് പുറത്തു വരും. മനസ്സിലാകുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് ആരാധന കൊടുത്തു. നീ വെറും പൊടിയല്ല. യഹോവയുടെ കൈ നീട്ടിയാൽ നിന്റെ അകത്തു നിന്ന് ചില മഹത്വമുള്ളത് പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മഹത്വമുള്ളതിനെ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിലാക്കി. തോട്ടത്തിൽ ദൈവം ആക്കി. എനിക്ക് ആ വാക്ക് പറയുമ്പോൾ ഒന്ന് എടുത്തു പറയാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ചില തോട്ടത്തിൽ ദൈവം ചിലതിനെ ആക്കിയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന ചില വാഗ്ദത്തങ്ങൾക്ക് ധൈര്യത്തോടെ ഒന്ന് സ്തോത്രം ചെയ്തു. അർഹിക്കാത്ത ചിലത് കൃപയാൽ നീ അവകാശമാക്കാൻ പോകുകയോ, നീ പ്രതീക്ഷിക്കാത്ത ചിലത് കൃപയാൽ ദൈവം നിനക്ക് അളക്കാൻ പോകുകയോ, ദൈവം ഒരുക്കിയ ചിലതിനെ അവൻ പാർപ്പിക്കാൻ പോകുകയോ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം ഒന്ന് വിശ്വസിക്കുക മക്കളെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അധികം അവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോ തോട്ടത്തിലാക്കി. തോട്ടത്തിലും വേറൊരു ചിന്ത കയറി വന്നപ്പോ ദൈവത്തിന്റെ ആ പ്രൊജക്റ്റിനെ അവിടെ അപ്പാടെ തകർത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. മുഴുവൻ. ദൈവം അവിടെയും നിരാശപ്പെട്ടൊന്നുമില്ല. മനുഷ്യനെ തന്നെ വീണ്ടും നോക്കി നോക്കി കാത്തിരിക്കുമ്പോ തന്നോടുകൂടെ നടക്കാൻ ഒരു ഹാനോക്കിനെ കിട്ടിയപ്പോ കർത്താവിന് കുറെ സന്തോഷം ഉണ്ടായി. അവനിലൂടെ മുമ്പും വല്ലതും നടന്നോ നമുക്കറിയില്ല. നടക്കാതിരിക്കുന്ന എങ്ങനെയാ? അത്ര ദർശനത്തോടെ ഒരു ചെറിയ കാലഘട്ടമാണെങ്കിലും അവൻ നിന്നപ്പോൾ അവനിലൂടെ പുറത്തു വന്ന ദൂതുകൾ
നൂറ്റാണ്ട് കഴിഞ്ഞിട്ടല്ല, യുഗത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ ഭക്തന്മാർക്ക് അത് വെളിപ്പാടായി ദൈവം പറഞ്ഞു കൊടുത്തെങ്കിൽ ഹനോക്കിന്റെ തലമുറയിൽ എന്തെല്ലാം മാറ്റം അവിടെ വന്നു കാണും, എന്തെല്ലാം മാറ്റം. ഹല്ലേലൂയ. ഹനോക്ക് വളർന്നു വന്നത് അനുകൂല സാഹചര്യത്തിലല്ല. ചില ദൈവദാസന്മാരുടെയൊക്കെ വാക്ക് അവൻ ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ അറിവും ഞാനൊന്നുമില്ല, ചുമ്മാ കേട്ടതെടുത്തു പറയുക. കയ്യിന്റെ ഒരു തലമുറയും ആ തലമുറയിൽ വളർന്നു വരുന്നുണ്ട്, ഒരു ജഡത്തിന്റെ സന്തതി പോലെ. ആമേൻ. ഒരു ലോകത്തിന്റെ സന്തതി പോലെ കയ്യിനും അവന്റെ ഒരു ഗണവും വളർന്നു വരുമ്പോഴാണ് കൃപ ലഭിച്ച ഹാനോക്ക് ദൈവകൃപയിൽ ആ തലമുറയിൽ തന്നെ വളരുന്നത്. അവിടെ വളരുന്നത് അത്ര ഗുണമല്ല. കയ്യിനൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, കയ്യിന്റെ മകൻ ലാമേക്കൊക്കെ പാടുന്നൊരു വാക്കുണ്ട്, എനിക്കൊരു മുറിവ് പറ്റിയാൽ അതിന് ഞാൻ ഒരു പുരുഷനെ കൊല്ലും, എനിക്ക് എന്നെ കൊന്നാൽ ഞാൻ 7 പുരുഷനെ കൊല്ലും എന്നൊക്കെ പറയുന്ന പോലെ 7 ഇരട്ടി മറുപടി കൊടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ഒരു വൈരാഗ്യമുള്ള തലമുറ. ചിലത് നിന്നെ കൊന്നുകളയാൻ, നിന്റെ വിശ്വാസത്തെ തകർത്തു കളയാൻ, നിന്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യാൻ, നിന്നെ വീഴ്ത്തിക്കളയാൻ ഒരു ജാരസന്തതി വല്ലാതെ വേട്ടയാടുമ്പോൾ കൃപയുള്ള ഹാനോക്കെ ദൈവം നിന്നെ വിട്ടുകളയില്ല, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കില്ല. അവൻ നിന്നോട് കൂടെ നിൽക്കുകയും സമയത്തവൻ നിന്നെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ബൈബിളിൽ പലയിടങ്ങളും ചില കഷ്ടത ഇങ്ങ് അടുത്തു വന്നപ്പോ ദൈവോടും തന്റെ മക്കളെ എടുത്തതൊക്കെ നമുക്ക് ബൈബിളിൽ ഒട്ടനവധി കാര്യമുണ്ട്. ഞാൻ വെളിപ്പാട് പുസ്തകം ഓർമ്മ വരുന്ന ഒരു വാക്ക് പറയാം. 12 അധ്യായത്തിലെ ഒരു കാര്യം, ഒരു പ്രാവചനീയ വാക്കൊക്കെ. സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ വിഴുങ്ങാൻ ശത്രു വാപടർ നിൽക്കുമ്പോ വേഗം അതിനെ എടുത്തു. അടുത്തത്, ഈ സ്ത്രീ പിന്നെ അവിടെ നിൽക്കുക. അതിനെ അവൻ ഒഴുക്കാൻ നോക്കുമ്പോ പറന്നു പോകേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് അതിന് 2 ചിറക് ദൈവം കൊടുത്തു. ഇവർക്കിപ്പോ മുന്നോട്ട് പോകാൻ ഒരു പാതയുമില്ല. ഇപ്പോൾ ഇതാ ഓടിപ്പോകാൻ ഒരു ബലം, 2 ചിറക് ലഭിക്കുന്ന പോലെ ഒരു ബലം അവളുടെ മേലേക്ക് ദൈവം പകരുക. ചുമ്മാ ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ പറയുക, അക്ഷരികല്ലത് അവിടുത്തെ കാര്യം. ഒരാത്മീയ ദൂത. സ്ത്രീ പ്രസവിച്ചു. ഉടനെ അതിന് ഓടാനോ പോകാനോ ത്രാണി കാണുമോ? ഒരു വ്യാഖ്യാനത്തിൽ എടുക്കാവുള്ളേ, അക്ഷരീ കാര്യം അല്ലത്, ഒരു ആത്മീയ വിഷയം. പക്ഷെ ഞാൻ ഇന്നത്തേക്ക് ആരെയോ ധൈര്യപ്പെടുത്താൻ ദൈവം ഒരു ദൂതനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരിക. ഉടനെ പോകാനോ നടക്കാനോ ത്രാണി ഇല്ലാതിരിക്കുന്ന ഇവക്ക് മുന്നോട്ട് പോകാൻ ദൈവം ഒരുക്കിയ സ്ഥലത്ത് ചെല്ലാൻ ഒരു വിശേഷ ബലം എന്റെ ദൈവം അവളുടെ മേൽ പകർന്നിട്ട് അവളെ ദൈവം അവിടെ എത്തിക്കുകയാ. ഒരു കാലഘട്ടം മുഴുവൻ പോരാട്ടം നിൽക്കുകയാ. അധികം വ്യാഖ്യാനിച്ച് അവിടേക്ക് പോകുന്നില്ല. ആ പോരാട്ടത്തിന്റെ നടുവിൽ അവൾ തളരാതിരിക്കേണ്ടവന് ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയത്തിൽ ദൈവോളെ പോറ്റി രക്ഷിച്ചതുപോലെ ഇന്ന് പകല 2 വചനം ഏറ്റെടുക്കുക. എന്നിട്ട് ഹാനോക്കിലേക്ക് മടങ്ങി വാ, പറഞ്ഞു വന്ന ദൂതിലേക്ക് കയറി വാ. ചിലത് അവനെ തകർക്കാൻ നോക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൃതപ്രകാരം അവനെ ഉയരത്തിലേക്ക് എടുക്കാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട്. എവിടെയാ? അതാ ദൂത്. എവിടെ ദൂത് കിടപ്പുണ്ട്? ഉള്ളിൽ വന്ന ദൂത് അതാ. 2 ചിറക് ലഭിച്ചു. സ്വത്ര 2 ചിറക് ലഭിച്ചു. 12 എത്ര? 14 ഇന്ന് പകൽ ഈ പകൽ പറയുന്ന ദൂതെന്ന് വിശ്വസിച്ചു കൊള്ളുക. ഒരിക്കലും സാധ്യതയില്ല അവക്ക് പോകാൻ. ദൈവം ഒരുക്കിയ ഒരു സ്ഥലം. മുമ്പേ പറഞ്ഞ പോലെ ആദാമിനൊരു ഏദൻ ഒരുക്കിയതുപോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർ ഈ 2ാമത്തെ ദൂതും വിശ്വസിക്കുക. നിനക്കൊട്ടും സാധ്യതയില്ല, നിനക്ക് ചെന്നെത്താൻ പറ്റില്ല. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം ഒരു നല്ല പ്ലേസ് ഒരുക്കുന്നുണ്ട്, ഒരു സ്വസ്ഥതയുടെ സ്ഥലം ഒരുക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. അവിടെ കൃപ നിന്നെ കൊണ്ട് എത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ
ആ 14 വാക്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുക. പറഞ്ഞ ദൂത, പക്ഷെ നമ്മൾ ആദ്യം നോക്കിയപ്പോ കാണാഞ്ഞപ്പോ ഞാനും ഒന്ന് ചഞ്ചലപ്പെട്ടു. എന്തായി ദൂത് മാറിപ്പോകുന്നേ? പക്ഷെ ദൂത് മാറില്ല. ദൈവം ഓർപ്പിച്ചതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാ. യേശുവിന്റെ നാമത്തിൽ അതിന് 2 ചിറക് ലഭിച്ചു. അതിന്റെ അർത്ഥം എന്താ? അതിന് നേരത്തെ ഉണ്ടായിരുന്നതല്ല, ഉണ്ടാകാൻ സാധ്യതയുള്ളതുമല്ല. ദൈവം തക്ക സമയത്ത് അത് അവക്ക് വേണ്ടി ഒരുക്കിയതുപോലെ ചില പ്രതിസന്ധിയുടെ നടുവിൽ, ചില മനോദുഃഖങ്ങളുടെ നടുവിൽ, ചില നിസ്സഹായതയുടെ നടുവിൽ നിനക്കുള്ള നീക്കുപോക്കുകൾ ഒരു പക്ഷിക്ക് ചിറക് ലഭിക്കുന്നത് പോലെ എന്റെ ദൈവം തന്ന് നിന്നെ പറക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി പറയും. എന്റെ മക്കളെ, ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ഒരു സ്ത്രീക്ക് എന്റെ ദൈവം 2 ചിറക് കൊടുത്തു. ചിറക് ലഭിച്ചു എന്നാ വാക്കല്ലേ? 2 ചിറക് ലഭിച്ചു. അവൾ അതുകൊണ്ട് ഇനി ചിറക് ലഭിച്ചവൾ അത് ഉപയോഗിക്കണ്ടേ? അപ്പോ 2 ചിറക് അവക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതല്ല. പക്ഷെ ദൈവ സമയത്ത് കാര്യം ഒരുക്കുക. ഇന്ന് അത്രയും ദൂതം നമുക്കുള്ളതങ്ങ് വിശ്വസിച്ചാൽ മതി. എങ്ങനെ മറികടക്കും നീ വിചാരപ്പെടരുത്. എന്റെ ദൈവത്തിന്റെ പ്രോഗ്രാമിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഇനി ചിറക് കിട്ടിയാ നീ പറക്കണം. ചിറക് കിട്ടിയിട്ട് അത് നോക്കിക്കൊണ്ടിരുന്ന പണി നടക്കില്ല. അയ്യോ, ഇതൊരു പുതിയ സാധനമാണല്ലോ, ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോ മറ്റവൻ വന്ന് ഒഴുക്കിക്കൊണ്ട് പോകും. കിട്ടിയതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. നിന്നിലേക്ക് ഒരു കൃപ വ്യാപരിച്ചാൽ അതിനെ ജ്വലിപ്പിക്കാൻ പഠിക്കണം. അതിനെ നീ ആക്റ്റീവ് ആക്കാൻ പഠിക്കണം. ഞാൻ ഈ ദൂത് പറയുമ്പോഴേ ഈ ഒടിഞ്ഞു തൂങ്ങിയ ചിറക് പോലെയൊക്കെ ഒരു കാഴ്ച എന്റെ അകത്ത് കാണുക. ദൈവം ആർക്കൊക്കെയോ ബലമുള്ള ചിലത് തന്നത്, പക്ഷെ എവിടെയൊക്കെയോ ബലഹീനപ്പെട്ട് കിടക്കുന്ന, ഉപയോഗപ്പെടാൻ പറ്റാതെ കിടക്കുന്ന ചില മേഖലകളെ ദൈവം കാണിക്കുമ്പോൾ ഇന്ന് പകൽ സർവശക്തനെങ്കിൽ നീ ഒന്ന് ആശ്രയിക്ക്, നീ ഒന്ന് ബലപ്പെട്. ചിറകടിച്ച് പറന്നു കയറുന്ന ഒരു കഴുകനെ പോലെ ഈ സഭാമധ്യേ നീ ശക്തി പുതുക്കി മുന്നോട്ട് പോക. പരിശുദ്ധാത്മാവാലോചന തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അത് അടിവരയിട്ട് വിശ്വസിച്ചു. ആമേൻ. ഈ ആണ്ട് കഴിയും മുമ്പ് അത്ഭുതമാകുന്ന 2 ചിറക് അവക്ക് ലഭിച്ചതുപോലെ അപ്രകാരം ചില വിടുതലുകളും അതിന്റെ ആനന്ദങ്ങളും അതിന്റെ റിസൾട്ടുകളും ദൈവസഭയ്ക്കകത്തുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവാലോചന വരുന്നു. ഹല്ലേലൂയ. ചുമ്മാതിരുന്ന് വിശ്വാസം പറയുന്നേ. എടാ, അവിശ്വാസം പറയുന്നതിനേക്കാൾ നല്ലത് വിശ്വാസം പറയുന്നല്ലേ. ഇപ്പൊ ഈ ദൂത് ഇങ്ങനെ പറയുമ്പോ വേണേ 2 ചിന്ത നമുക്ക് വേണേ അവിശ്വസിക്കാം. പിന്നെ ഇപ്പൊ കിട്ടും 2 ചിറക് പിന്നെ എന്ന് പറഞ്ഞ വേണേ അവിശ്വസിക്കാം. ദൈവം 2 ചിറക് തരുവോ? അങ്ങനെ ലഭിച്ചാൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസവും നിനക്ക് പറയാം. എന്റെ ദൈവം ഇത് 2 നിന്റെ കയ്യിലായിരിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ഏറ്റെടുക്കും. അത് വിശ്വസിച്ചാ ഓ മൈ ലോർഡ്, ഇത് മുളച്ചു വന്നതൊന്നുമല്ല. ദൈവം പറയുന്നു ലഭിച്ചു എന്നാ പറയുന്നത്. സ്വത്രപ്പ തക്ക സമയത്ത് കുറവില്ലാത്ത എന്തോ ചിലത് ലഭ്യമാകാൻ ഈ സഭ കൊതിയോടെ കാത്തിരുന്നുവെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കരുതിയ ചില കരുതുകൾ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുങ്ങുന്നത് പോലെ, ശത്രു നിന്റെ മേൽ ജയഘോഷം കൊള്ളാത്തത് പോലെ, നിന്റെ വിശ്വസ്തതയെ ആദരിക്കുന്നത് പോലെ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറമെന്ന് ചില വഴികൾ. അപ്പോ ഹാനോക്കിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ നടുവിൽ എന്നും ദൈവം കൂടെ നടന്നു. ഒരു ദിവസം ദൈവത്തിന് മനസ്സിലായി ഇനി ചിലപ്പോൾ അവൻ ഇവനെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്, പ്രതിയോഗി ഇവനെ തകർക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പോയി വരും മുമ്പേ, അടുത്ത ദിവസം നടക്കാൻ വരും മുമ്പേ ചിലപ്പോൾ ഇവനെ അപകരിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ട് അവധി പറയാതെ അവനെ എടുത്തോണ്ടങ്ങ് പോയി. ഒരു നല്ല സ്തോത്രം ദൈവത്തിന് പറ.
ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം എടുക്കട്ടല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോ ദൈവം എടുക്കട്ടല്ലേ? ധൈര്യത്തോടെ ദൈവത്തിന് സ്വോത്രം പറ. ആരിവിടെ പേടിച്ചല്ലിരിക്കേണ്ടത്? നീ ധൈര്യത്തോടെ സ്വോത്രം ചെയ്യ. ശത്രുവിന്റെ കയ്യിൽ വീണ് തകരുന്നതിനേക്കാൾ അതിനു മുമ്പേ ജയത്തോടെ അക്കരെ എത്തുന്നതല്ല നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വോത്രം, സ്വോത്രം, ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ട് കുന്തത്തെ വീണ് അഭിഷേകം പോയി ചാകുന്നതിനേക്കാൾ എത്രയോ നല്ലത് സമയത്തിന് മുമ്പാണെന്ന് തോന്നിയാലും കൃപയാൽ അക്കരെ നാട്ടിൽ ചെല്ലാൻ പറ്റിയ അതെത്ര മനോഹരമാണ്. അപ്പോ ദൈവത്തിന്റെ അടുത്ത പ്രൊജക്റ്റായി കയറി വന്ന് ഹാനോക്കിനെ വേട്ടയാടിയപ്പോ അവനെ ഭൂമിയിൽ നിന്ന് എടുക്കേണ്ടതായി വന്നു. അപ്പോഴും ദൈവത്തിന്റെ പ്രോജക്റ്റ് പൂർണ്ണമായില്ല. ദൈവം പിന്നെയും ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോ ഹാനോക്കിന്റെ അപ്പനെ കാണാത്തത്, ഹാനോക്കിന്റെ മകനെ കാണാത്തത്, അവരൊക്കെ കുറെ ആയുസ് ജീവിച്ചവരാ. ഹാനോക്കിന്റെ മകനൊക്കെ മെതുശലേഖൊക്കെ ആയുസ് ഒത്തിരി കിട്ടിയവനാ. പക്ഷെ വലിയ ഗുണം വന്നൊന്നും എഴുതിയിട്ടില്ല. ആയുസ് ഒത്തിരി ഉണ്ട്, ആ പേര് പുള്ളി മിടുക്കനാ. പക്ഷേ ഒരു ദൈവപ്രവൃത്തി അവനിൽ നടന്നായിട്ട് കാണാം. അവനിൽ നിന്ന് നോഗ ജനിക്കാൻ ദൈവോടെ വരുത്തി. ഒരായുസ് മുഴുവൻ ഒരുവനെ നോക്കിയിരുന്നിട്ടും അവനിൽ നന്മ, അവനിൽ നിന്നൊരു വിടുതൽ കാണാതെ വന്നപ്പോൾ അവനിൽ നിന്ന് വന്നവനിൽ ദൈവത്തിനൊരു പ്രതീക്ഷ വന്നു. ദൂതനോട് ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നോഗയ്ക്ക് ദൈവത്തിന്റെ കൃപ, ആ ദൈവിക പ്രൊജക്റ്റിനകത്തിപ്പോ നോഗയെ ദൈവം കയറ്റി നിർത്തി. അവനിലൂടെ ചില പദ്ധതി. അത് ഇച്ചിര കഴിഞ്ഞപ്പോ നമുക്ക് ആ ദൂതൊക്കെ അറിയാം. ഇന്ന് അവിടെ വിശദീകരിക്കാനല്ല എനിക്ക് നിയോഗം. ആ പ്രൊജക്റ്റ് ഇച്ചിര കഴിഞ്ഞ് ഒരു കാലഘട്ടം ജയമായി. ഇച്ചിര കഴിഞ്ഞപ്പോൾ അതും തകർന്നു. ജനം വീണ്ടും ഇടകലർന്ന് നശിക്കാനിടയ. ദൈവം അതുകൊണ്ട് പ്രൊജക്റ്റ് നിർത്തിയില്ല. ഇന്ന് പകൽ അത് തന്നെ ഒരു വൈരാഗ്യമായിട്ട് നൽകണം. തോറ്റ് പിന്മാറുന്ന കൂട്ടരല്ല ദൈവസഭ. ആമ പിന്നെയും ജയിച്ചു മുന്നേറുന്ന കൂട്ടര്. എന്റെ ദൈവമാണ് അതിന് മാതൃക കാണിച്ചു തന്നത്. എന്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നതിനാൽ അവന്റെ പ്രവൃത്തി തീകവുള്ളതായി വരുന്നതാകയാൽ ചേർന്ന ദൈവമക്കളെ ഗോവയ്ക്ക് സ്വോത്രം ചെയ്ത് സ്വോത്രം, സ്വോത്ര. അടുത്ത് നോഗയുടെ കാലം കഴിഞ്ഞ് അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, 3 പേരിലൂടെ ഒക്കെ ദൈവം ഇടപെട്ടു. ചെറുടെ കഴിഞ്ഞ് യാക്കോബിൽ നിന്ന് ഒരു ഗോത്ര ഉളവാക്കാൻ ദൈവം തീരുമാനിച്ചു. ഹല്ലേലൂയ. എണ്ണി എണ്ണി നടന്നത് മാറിയിട്ട് എണ്ണം പെരുകാൻ തുടങ്ങുകയാണ്. നമുക്ക് വിശ്വാസത്താൽ അതിനൊന്ന് സ്വോത്രം ചെയ്യാല്ലേ? ഒരു പെരുക്കത്തെ കണ്ടൊന്ന് സ്വോത്രം ചെയ്ത് ഇത് എണ്ണം പെരുകട്ടെ, എണ്ണം പെരുകട്ടെ. ചിലത് വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, ചിലത് വർദ്ധിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്ന സഭ എണ്ണത്തിൽ പെരുകിയെന്ന് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് പോലെ ഈ സഭയ്ക്കകത്തും ഒരു പെരുക്കൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പാവൊക്കെ നിർത്താൻ ശ്രമിക്കപ്പോ 12 ഗോത്രങ്ങളെ ചേർത്ത് ഒരു സഭയെ ദൈവം വളർത്തി. അതിലൂടെ മുന്നോട്ട് ഗോത്രങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തു. കാലഘട്ടങ്ങൾ മുന്നോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ സിദക്കിയാവിന്റെ ഒക്കെ കാലം വന്നപ്പോ എല്ലാം വീണ്ടും ബന്ധിക്കപ്പെട്ടു. അശൂരിന്റെയും ബാബിലോണിന്റെ ഒക്കെ കയ്യിൽ എല്ലാം അസ്തമിച്ച് അന്യദൈവങ്ങളെ സേവിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം അതിന്റെ നടുവിൽ വെച്ച് ദൈവം ഒരു പ്രവചനം പറയുക. ഒരു 70 ആഴ്ചവട്ടത്തിന് ശേഷം ഞാൻ എൻ്റെ മഹിമയുള്ളവനെ പുറത്തു, അഭിഷക്തനെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതൊക്കെ കർത്താവിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ദൂതുകള്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് സമയത്തിന്റെ പരിമിതി ദൂത് നിർത്താൻ ശ്രമിക്കുക. എല്ലാം അസ്തമിപ്പിച്ചു കഴിഞ്ഞ്, എല്ലാം അസ്തമിപ്പിച്ചു, എല്ലാത്തിനെയും ബന്ധിച്ചു, എല്ലാം കൊണ്ട് ഇപ്പൊ ശത്രുവിന്റെ അടിമത്തത്തിലായി. ഞാൻ ഒരു ഇച്ചിരി വിട്ടിട്ടൊരു വാക്ക് പറയുക. ബൈബിളിന്റെ പുസ്തകത്തിന്റെ ഗണത്തിൽ മലാഖിയുടെ ഒക്കെ പ്രവചനം വന്ന് അസ്തമിക്കുമ്പോൾ അന്ധകാര യുഗത്തിലേക്ക് പോയി. ദൈവത്തിന്റെ പ്രൊജക്റ്റ് വെളിച്ചം കാണാത്തതുപോലെ അകത്തളങ്ങളിൽ ആണ്ടുകിടന്നപ്പോൾ
എന്റെ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള വിടുതൽ വീണ്ടും പുറത്തു വരാൻ ഒരു യോസഫിനെയും മറിയൊക്കെ പിന്നത്തേതിൽ ദൈവം പുറത്തു കൊണ്ടുവന്ന് 400 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്റെ ദൈവം വീണ്ടും ഒന്ന് പുനരാവർത്തനം ചെയ്തിട്ട് ഒരു പുതിയ നിയമം തന്നെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടു വന്നു. ഇന്ന് പകൽ ദൂത് ഗ്രഹിച്ചൊന്ന് സ്വോത്രം ചെയ്തു. എത്ര ഇരുള് നിന്നെ കേറി മൂടിയാലും, എത്ര ഇരുള് നിന്നെ ബന്ധിച്ചാലും, എത്ര ആഴങ്ങളിൽ നിന്നെ അമർത്തി എന്ന് പറഞ്ഞാല്, ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നിയാൽ തിരികെ കൊണ്ടുവന്ന് പണിതെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവരൊന്ന് സ്വോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ സ്വോത്രം സ്വോത്രം. യോസഫും മറിയയും തമ്മിലുള്ള വിവാഹങ്ങൾ നടക്കാൻ എന്റെ ദൈവം തന്നെ മുഖാന്തരം ഒരുക്കുക. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനാ വിഷയം, ചേർന്നൊരു ദൂത് കിട്ടുമ്പോൾ നമുക്ക് വിശ്വാസം ഏറ്റുപറയാ. ചില ജോസഫ് മറിയമാരുടെ വിവാഹം നടന്നതുപോലെ ഈ ആണ്ടിൽ ചില വിവാഹങ്ങൾ അവൻ സഭയ്ക്കകത്ത് ദൈവം തരാൻ പോകുകയോ. നന്ദിയോടെ ദൈവത്തിനൊന്ന് സ്വോത്രം ചെയ്തോ. എന്റെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം മുടങ്ങുന്നത് പോലെയൊക്കെ ആരംഭം കുറിച്ചു. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോ അത് മുടങ്ങുന്നത് പോലെ ചില കേസൊക്കെ കയറി വരിക. കാരണം അവനിൽ നിന്ന് അവിടെ നിന്ന് വാക്തത്വം മുളയ്ക്കേണ്ടത്. വാക്തത്വം മുളയ്ക്കാതിരിക്കാനാ പല വിവാഹവും മുടക്കി നിൽക്കുന്നേ. യേശുവിന്റെ നാമത്തിൽ സഭ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് കിട്ടുന്ന ദൂതിന്റെ മറവിൽ നിന്ന് ഞാൻ ആ കള്ള പിശാചിനെ യേശുവിന്റെ നാമത്തെ ഭർഷിക്കുകയാണ്. വാക്തത്വം ജനിക്കേണ്ടവന് തമ്മിൽ ചേർക്കാതെ അകറ്റുന്ന ദുര്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഈ സഭയെ മറിയട്ടെ, കുത്തുപകലെ മറിയട്ടെ. വിവാഹത്തിന് കൂട്ടു നിൽക്കുന്ന ബൈബിൾ. വിവാഹം വിലക്കുന്നത് വേറെ ഏതോ ആത്മാവാ. നിനക്ക് വിവാഹത്തിന്റെ ചിന്ത വരുന്നില്ലെങ്കിൽ അതുമേതോ പോരാട്ടോ. പ്രായമായിട്ടും വിവാഹത്തിന് വേണ്ടി ഒരു ചിന്ത വരുന്നില്ലെങ്കിൽ അതുമേതോ ഒരു പോരാട്ടവാ. ഇന്ന് പകൽ ആ പോരുകളെല്ലാം അഴിയട്ടെ. ചില മനസ്സുകൾ തെളിയട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ വിവാഹപ്രായമായ എല്ലാ യുവതികൾക്കും യുവാക്കന്മാർക്കും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ബന്ധങ്ങൾ കൂടി വരട്ടെ, ബന്ധങ്ങൾ കൂടി വരട്ടെ. ഹല്ലേലൂയ. യോസഫ് മറിയ കല്യാണം ആലോചന എനിക്ക് തോന്നുന്നു അത് ദൈവം ദൂതനെ വിട്ട് കാര്യം ക്രമീകരിച്ചു. സ്തോത്ര. ചിലപ്പോ നമുക്കൊക്കെ ചിന്തിക്കാം, ആരുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ, ആരുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ. സ്തോത്ര. യോസഫന്റെ ഒരു ഇല്ലാ പറച്ചനെ കാണുമെന്ന് ഞാനങ്ങ് ഒന്ന് ഭാവനെ കയറി 1 മിനിറ്റ് കേട്ടോ. ഈ ആശാരിച്ചെറുക്കൻ ആര് പെണ്ണ് തരാനാ? ഈ കാലത്തൊക്കെ ആശാരിപ്പണി കൊണ്ട് നടന്ന ആര് പെണ്ണ് തരാനാന്നൊരു ചിന്ത ആർക്കുണ്ട്? യോസഫനുണ്ടെന്ന് ഞാനങ്ങ് പറയാം. എന്നെ നിങ്ങൾ തല്ലൊരു നോട്ടം കണ്ടിട്ട് ഒരു വല്ലാത്ത വൈരാഗ്യം പോലെ ചുമ്മാ അങ്ങ് പറഞ്ഞതാ. ആശാരിച്ചെറുക്കന് ആര് പെണ്ണ് തരാൻ? പാവം പിടിച്ച മറിയേം വീട്ടിൽ കൂടെ തെക്കും മടക്കും നടക്കുക. പ്രായമൊക്കെ ആയി. അപ്പനും അമ്മയ്ക്കും ഒന്നും വലിയ വിചാരമൊന്നും ഇല്ല. ഇതിനെ ഒന്ന് ഇറക്കി വിടണമെന്നോ ഇതിന്റെ കാര്യം നടത്തണമെന്നോ വലിയ താല്പര്യമൊന്നും ഇല്ല. അവളും ഇങ്ങനെ വീടിനകത്തൊക്കെ ആണേലും മനുഷ്യനല്ലേ. എടാ, മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ പ്രായത്തിൽ മനുഷ്യന്റെ കാലഘട്ടത്തിൽ അതാതിന്റെ പ്രായത്തിൽ ഉണ്ടാകുന്ന ചിന്തയൊക്കെ വരുന്നത് പാപമൊന്നുമല്ല. അതൊക്കെ ദൈവം വെച്ച ഓർഡറാണ്. ഒരു ചിന്തയും വരുന്നില്ലല്ലോ ചിന്തിക്കണം ഇതിനേതോ കുഴപ്പമുണ്ട്. പ്രായത്തിനനുസരിച്ച് അതിന്റെ വിവേകവും തിരിച്ചറിവും ദൈവം അതൊക്കെ ഓരോരുത്തരും സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവൾ വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവളും ചിന്തിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ 2 പേർക്കും വേണ്ടിയും ദൂതനെ ദൈവം വിട്ടു. ഇനി ഞാൻ ഒരു ദൂത് എടുത്തു പറയാം. ആരും ഇല്ലാത്തവന് വേണ്ടി ദൂതൻ ഇടപെട്ടില്ല. പിന്നെ ആരാ ഇടപെടുന്നത്? ആരും ഇല്ലാത്തവന് വേണ്ടി ഇടപെടാൻ ആരെങ്കിലും വേണ്ടേ?
ആരും വാദിക്കാത്തോണ്ട് വാദിക്കാൻ ഒരാൾ വേണ്ടേ? ഇന്ന് പകൽ വഴി കാണിക്കാൻ ഒരു ദൂതനുണ്ടെന്നറിഞ്ഞുകൊള്ളുക. തികച്ചും ഔചാരിതമായ ചിലത് ദൈവസഭ കണ്ടാനന്ദിക്കുമെന്ന് ഈ ദൂതന്റെ മറവിൽ നിന്ന് എന്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൂതൻ ഒരു കാര്യം ക്രമീകരിച്ചാൽ അത് കോട്ടം തട്ടാതെ കൂട്ടിച്ചേർക്കാൻ എന്റെ ദൈവം മതിയായവനാണ്. ഓ, ചേർന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്ത് മണവാളന്റെയും മണവാട്ടിയുടെ സ്വരം ഈ ആലയത്തിൽ ഉണ്ടായി വരട്ടെ. ചില കൂടാരങ്ങൾ ഉണ്ടായി വരട്ടെ, ചില ആനന്ദഘോഷങ്ങൾ അതുണ്ടായി വരട്ടെ. അപ്പോ ആ പ്രൊജക്റ്റ്, ദൈവത്തിന്റെ പ്രൊജക്റ്റ് അവരിലൂടെ പുറത്തു വരാൻ ദൈവം ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഇടപെട്ടു. അവൻ അത് ആരംഭിച്ചത് ഇന്നും നടക്കുക. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു തുടങ്ങിയവൻ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയവൻ ഇന്നും ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാ. ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതിനെ തല്ലിക്കെടുത്താൽ അവിടെ എവിടെങ്കിലും ശ്രമിച്ചു. അവൻ ശ്രമിക്കും തോറും ഇത് വർദ്ധിച്ച് പെരുകാനിടയായി ഇന്നും ഇത് സർവഭൂമിയിലും ഈ വചനം വ്യാപരിച്ചുകൊണ്ട് നിൽക്കുകയാ. അവിടെ എവിടെങ്ങളിൽ ദേശങ്ങളിൽ ഇത് പ്രസംഗിക്കുന്ന വിലക്കുമ്പോൾ ഇന്നത്തെ മാധ്യമ സഹായത്താൽ, ഇന്റർനെറ്റ് സഹായത്താൽ എവിടെയും വചനം ചെല്ലാവുന്ന പോലെ ദൈവം വഴി ഓപ്പണാക്കി വിടുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു കള്ളപ്പിശാചിനും സുവിശേഷത്തെ ഒതുക്കാൻ പറ്റില്ല. അവന്റെ പ്രവൃത്തി, ദൈവം ആരംഭിച്ച പ്രൊജക്ട് അതിന്റെ മഹത്വത്തോടെ തന്നെ. വെളിപ്പാട് ദിവസം 21-ന്റെ 1-2 ആദ്യം വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അത് ഒഴിഞ്ഞുപോയി. അതെല്ലാം മുന്നിൽ വായിക്കണ്ട. പ്രൊജക്റ്റ് അങ്ങ് നിവൃത്തിയിലോട്ട് വരിക. തകർത്ത് കളഞ്ഞിടത്ത് നിന്ന് അവിടെ നമ്മുടെ ഉൽപ്പത്തി കാണുന്ന വെള്ളം മൂടിയെന്നല്ലേ, പ്രൊജക്റ്റിനെ വെള്ളം മൂടിക്കളഞ്ഞു. വെളിപ്പാട് 21 വരുമ്പോ ആ മൂടിയ സമുദ്രം അവിടെ ഇല്ലെന്ന് ഒരു ആത്മ വ്യാഖ്യാനത്തിൽ കയറുക. ആ ആത്മദൂതനോടൊന്ന് കയറുക. ഇന്നലകളിൽ ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ മൂടിയ സമുദ്രം അവിടെ ഇല്ലെന്ന് വെളിപ്പാടിൽ എഴുതി വെക്കുക. ഇനി സഭദൂത ഏറ്റെടുക്കുക. നിന്റെ വാഗ്ദത്തത്തെ മൂടാൻ, നിന്റെ അഭിഷേകത്തെ മൂടാൻ, നിന്റെ വിടുതലിനെ മൂടാൻ കയറി വരുന്ന സമുദ്രം പോലെയുള്ള ശക്തികളെ മാറ്റിത്തരാൻ ദൈവാത്മാവിനെ കഴിയാൻ നിനക്ക് സ്വസ്ഥത തരാം. ഹല്ലേലൂയ. വെളിപ്പാട് 22-ന് 1-2 കൂടെ വായിച്ചോ. വെളിപ്പാട് അവൻ എന്നെ ഏദനിൽ ഒരു നദി ഒഴുകിയൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ദൈവം പ്രൊജക്റ്റ് റീകണക്ട് ചെയ്തപ്പോ അവിടെ ഒരു നദിയൊക്കെ ഉണ്ടായിരുന്ന, അതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാ. അതൊക്കെ വേണ്ടാത്ത ചിന്തകൾ കയറി ആ അവകാശത്തിനെല്ലാം എടുത്തു കളഞ്ഞത്. ഇപ്പൊ ഇതാ അതിനെ ദൈവം യഥാസ്ഥാനത്താക്കിയിട്ട് ആമ സിംഹാസനത്ത് ഒഴുകുന്ന ഒരു നദിക്കരികെ തന്റെ ജനം പാർക്കത്തക്ക പോലെ ഒരു പുതിയ കൂട്ടായ്മ ബന്ധം, ദൈവ കുഞ്ഞാടുമായുള്ള ബന്ധം, സ്വർഗസ്ഥ പിതാവുമായി മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അതാ ദൈവത്തിന്റെ പ്രൊജക്റ്റ്. ഇന്ന് പകൽ ഏതെല്ലാം കാട്ടുശക്തികൾ ദൈവ പ്രൊജക്റ്റിനെ എതിർത്താലും എന്റെ ദൈവം നിർണയിച്ചത് അവൻ പൂർത്തി വരുത്തുന്നതാണ്. ബൈബിളിലെ വാക്കതല്ലേ, അവൻ വിശ്വാസത്തിന്റെ നായകനും അവൻ പൂർത്തി വരുത്തുന്നവനുമാണ്. ഇന്ന് പകൽ എല്ലാവരും വിശ്വസിക്കുക. ദൈവം നിന്നിൽ എന്തെങ്കിലും ആരംഭിച്ചാൽ, ഫിലിപ്പിയ ലേഖനത്തിലെ വാക്ക് നമുക്ക് പരിചിതമാ, ചേർത്ത് പറ. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികപ്പാൽ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
ഇന്ന് ദൈവം ചിലത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതതിന്റെ മഹത്വത്തോടെ പൂർത്തീകരിപ്പാൻ ദൈവശക്തന്. ഏതെങ്കിലുമൊക്കെ തടസ്സം കണ്ടിട്ട് നിരാശപ്പെടല്. നീ പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യ്. 142 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നീ സങ്കടം ബോധിപ്പിക്ക്. നീ നിലവിളിച്ച് കരഞ്ഞുകൊള്ളുക. നിശ്ചയമായും ആ നിലവിളി കരുണ തോന്നി ആ നിലവിളിയിൽ ഇറങ്ങി വരുന്ന ഒരു മഹാ ദൈവ ഇന്ന് പകൽ സഭയുടെ നടുവിലുണ്ട്. അവൻ നിന്നെ മഹത്വപൂർണ്ണമാക്കോ. ഏറ്റവും തകരുന്നതിന് പുകയുന്ന കൊള്ളിയെ കെടുത്തി കളയാത്തവൻ, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ, വീണ്ടും പുനഃക്രമീകരണം വരുത്തുന്ന ദൈവകൃപ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് നീ മഹത്വം കൊടുത്ത്